ഗൈസ് ബാക്ക് ടു ബാക്ക് ദുബായ് ജോസ്. അല്ല കെട്ട് കഴിഞ്ഞ് വരിക. കെട്ട് കഴിഞ്ഞല്ലടോ ജെട്ടിന്ന് മാലയിട്ട് സ്വീകരിച്ചോണ്ട് വരിക. നീ ആളങ്ങ് മാറി പോയല്ലോടാ ചീങ്കണ്ണി. ഇപ്പൊ പേര് മാറ്റി ജോസ് ദുബായ് ചീങ്കണ്ണി. ചീങ്കണ്ണി മാറ്റി ജോസ്. കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ. എടി അങ്ങ് പോ, ഒരു 5-6 കരിമയെടുത്ത് പൊള്ളിക്ക്. 5-6 കരിമൊന്നും പോരാ, ഒരു 10-60 വേണം. കുറെ ഒരു ടീം വരുന്നുണ്ട്. അതിനെന്താ ഇളവനോ മൂത്തോ? ഇന്ന് മൂത്തത് താറാവും ആയിക്കോട്ടെ. എടിയേ 5-6 താറാവും കൂടെ വെളിക്കിരി. അയ്യോ ഇപ്പൊ കഴിച്ചതാ. അയ്യേ അതന്നെ പറഞ്ഞു പുറത്തോട്ടിരിക്കും. എന്നതാ വള്ളംകളി കമ്മിറ്റി ആണോ? ഏയ് ഷാപ്പ് കവച്ചു വെക്കണ ദുബായ് ജോസിന്റെ ഓരോ പരിപാടികളെ വലിച്ചോണ്ട് പോകാമെന്ന് വെച്ചതാ. അറിയത്തില്ലയോ കൊണത്താപ്പറമ്പിൽ ജോസ്? പിന്നെ കൊണത്താപ്പറമ്പിൽ ജോസ്. ഇയാള് പണ്ട് ചെവിക്കൽ നടന്നത് ഇയാളുടെ ഭാര്യയെ കളിയാക്കിയാണ്. പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്ക് ജോസ്. എങ്കിൽ പിന്നെ മറക്കാൻ പറ്റാൻ ഒരുമിച്ച് തുടങ്ങാം. അടിച്ച് ജോസ് വന്ന സമയം ശരിയല്ല അല്ലേ പൊന്നപ്പ? ഇനിയിപ്പൊ ജോസുമായിട്ടൊന്ന് വള്ളങ്ങളുടെ തിരക്കിനിടയിൽ അതിനൊക്കെ എപ്പ സമയം കിട്ടാൻ? അതിനുള്ള സമയമൊക്കെ ജോസ് ഉണ്ടാക്കിക്കോളും. ഞാനും കൂടി അങ്ങ് കൂടിക്കോളാം. അപ്പൊ ഈ വള്ളംകളിയും ഒരുമിച്ചാകാലോ. ഹായ് നല്ല കരിമീൻ. മൊത്തത്തിൽ എത്ര വില വരും? തങ്കപ്പയ്ക്കാണോ വില പറയാൻ വന്നിരിക്കുന്നത്? ഇപ്പൊ മൊത്തമല്ല ചില്ലറയാ.